പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സല്ലേരിയിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങേണ്ട വന്നു. വണ്ടി വന്ന് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ റൂമിൽ നിന്ന് ചാടി പെട്ടെന്ന് ഇറങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടിക്കകത്താണ്. വേറെ 2 പേരും കൂടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരാണ്. അപ്പോൾ ഞങ്ങൾ നേരെ തമിഴ്നാടിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിയൊക്കെ ചെറിയ വഴിയാണ്. തമിഴ്നാടിലോട്ട് പോകുന്ന ജീപ്പ് ഇതാണ്. അപ്പോൾ ഇതിൽ 2 റഷ്യക്കാരും ഒരു ഇന്ത്യയിലുള്ള ഞാനും പിന്നെ ഇവിടെയുള്ള ഒരു 4 പേരെന്തോ ഉണ്ട്. ഇതാണ് ജീപ്പിൻ്റെ ഡ്രൈവറുടെ നമ്പർ. കുറേ സാധനങ്ങൾ ഇവർ അങ്ങോട്ട് പോകാൻ വലിച്ചു കയറ്റി വയ്ക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു വാഷിംഗ് മെഷീനും ഒക്കെ ആയിട്ട്. ഇതെല്ലാം ടാക്സി ബുക്കിംഗ് സ്ഥലങ്ങളും ഒക്കെയാണ്. ഇവിടെല്ലാം ചെറിയ ചെറിയ റൂമുകളാണ്. എല്ലായിടത്തും ചെറിയ പൈസയ്ക്ക് റൂമും. രാവിലെ നല്ല തണുപ്പുണ്ട്. അങ്ങ് മലനിര എല്ലാം വീടുകളാണ്. അങ്ങ് മുകളിലെല്ലാം ഓരോ വീടുകളും താഴെ വീട് ഒക്കെ ആയിട്ട്. സല്ലേരി ഒരു ചെറിയ ഗ്രാമം. കുറേ വീടുകളും ടൂറിസ്റ്റുകളെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് സല്ലേരിയിലുള്ളത്. നമ്മൾ തമിഴ്നാടിലോട്ട് പോകുമ്പോൾ റോഡൊന്നുമില്ല. വെറും കല്ല് അടുക്കിയ വഴിയാണ്. ധൂപ് കുണ്ട എന്ന് പറയുന്ന മൗണ്ടൻ ആണ് അതാ കാണുന്നത്. റോഡൊന്നുമില്ല. അവിടെ ഒരു മൗണ്ടൻ കാണുന്നുണ്ട്. അതാണ് ധൂപ് കുണ്ട. അപ്പോൾ ജീപ്പിനകത്ത് ഫുൾ ആൾക്കാരാണ്. लोकल पनि भइहाल्छ, सबै भइहाल्छ. निस्केर चल्यो भने यहाँ अब केटाहरू लफारमा गरिन्छ भन्छ न्युमा त गर्नु आन्छ. आशेसँग हुन्छ आशेर तेरै हो त. अब हामी पनि छुट्टै एउटा गाउँठाउँको मान्छे राख्यो. मलाई त फरै गर्दैनन्. कम्पिटिसनै गरेर लाउनु पर्यो. हामी छुट्टै एउटा मान्छे राख्यो. ഒരു 1/2 മണിക്കൂർ യാത്ര ചെയ്തതിനു ശേഷം അവരൊന്ന് ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. ആ സ്ഥലമാണിത്. ഇവരാണ് റഷ്യ എന്ന് വന്നിട്ടുള്ളവർ. ഇവിടെ നോക്കുമ്പോൾ മലനിരകളൊക്കെ ഇങ്ങനെ കാണാം. ഇതാണ് ഒരു ചെറിയ ചായക്കട. രാവിലെ ഓറഞ്ചൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഓറഞ്ച് ഇരിപ്പുണ്ട്, കൊക്കക്കോള, ബിയർ ഒക്കെ ഇരിപ്പുണ്ട്. ചെറിയൊരു കടയാണിത്. റഷ്യക്കാരിൽ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം കിട്ടും. മദ്യവും കിട്ടും, കടയിൽ ചായയും കിട്ടും. ചെറിയൊരു കട.
എന്തൊക്കെ ശരിയാക്കുകയാണ്. അപ്പോൾ ഇതാ ചായ നമുക്ക് വേണ്ടി തയ്യാറാക്കുകയാണ്. ഇതൊക്കെയാണ് ചായക്കടയിലെ വിശേഷം. തരയാണ്. അപ്പോൾ ഇവരൊക്കെ നമ്മളെ കൂടെ വരുന്നവരാണ്, അവർ അങ്ങോട്ട് പോകുന്നവരാണ്. നമുക്ക് പോവേണ്ട റോഡ് അങ്ങ് താഴെ കാണാം. ഇങ്ങനെ ഇറങ്ങി അങ്ങ് താഴെയാണ് നമ്മളെ റോഡ്. അപ്പോൾ ഇവരെ കൃഷിയൊക്കെ ഇങ്ങനെയാണ് കണ്ടോ, ചെറിയ ചെറിയ അതിരുപോലെ തിരിച്ച് എന്തൊക്കെ നട്ടിക്കുകയാണ് ഇവിടെ. നമ്മൾ പോകുന്ന വഴി വളരെ അപകടം പിടിച്ചൊരു വഴിയാണ്. റോഡ് അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല, ചെറിയ ഇടുങ്ങിയ വഴിയാണ്. അപ്പോൾ നമ്മളെ ബാക്കിൽ 2 റഷ്യയിലുള്ളവരുണ്ട്. അപ്പോൾ വീണ്ടും വണ്ടിയിൽ ആൾക്കാരൊക്കെ ഇനി അങ്ങോട്ട് പോണ വഴിക്ക് മിക്കവാറും വിളിച്ച് കയറ്റാനാണ് സാധ്യത. ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു ഒരാളെ ഫ്രണ്ടിലുള്ളൂ എന്ന്. ഇപ്പോൾ 2 പേരായി. കണ്ടില്ലേ, നമ്മളെ റോഡെന്ന് വെച്ചാൽ മൺ റോഡാണ്. ഈ റോഡ് തന്നെ അങ്ങ് താഴെ വരെ നമുക്ക് ഇങ്ങനെ കാണാം, മലകളും റോഡും ഒക്കെ ആയിട്ട്. ഇപ്പോഴെന്തോ JCBക്ക് കെട്ടിയ റോഡാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഈ റോഡ് അങ്ങറ്റം വരെ തമ്പാട വരെയും ഇതേ കണക്കിലുള്ള റോഡുകളാണ്. കുറച്ചുകൂടെ മോശമായാലേ ഉള്ളൂ റോഡുകളൊക്കെ. റോഡ് പണി നടക്കുന്നെന്ന് തോന്നുന്നു. ഒരു സൈഡിൽ നിന്ന് ഇടിച്ചിങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ചാല് പോലെ മണ്ണ് വലിയ കല്ലുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. പൈപ്പ് ലൈനിന് വേണ്ടിയിട്ടാണ്. ആ പൈപ്പാണ് ഇങ്ങനെ റോളായിട്ട് ഇതാ കൊണ്ടുവച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ചെറിയ ഓസ് പോലെയുള്ള പൈപ്പാണ് വെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മൾ നേർക്കൊരു ട്രാക്ടർ ഹാണടിക്കാതെ കുറേ ഗ്യാസ് കുറ്റിയൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ ട്രാക്ടർ ഒതുക്കി തരാണ്. താഴെ വലിയ കുഴിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് ട്രാക്ടർ ഡ്രൈവർ കഷ്ടപ്പെടുകയാണ് ഇപ്പോൾ. മല ഇറങ്ങി വരുമ്പോൾ വീടുകളൊക്കെ ഉണ്ട്. അങ്ങ് ഒരുപാട് മലനിരകൾ ഇങ്ങനെ കാണാം. റോഡ് മോശമാണെങ്കിലും കാണുന്ന കാഴ്ചകളെല്ലാം വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ്. കുറച്ച് വീടുകളും കൃഷി സ്ഥലങ്ങളും ഒക്കെ ആയിട്ട് യാത്ര വളരെ ഭംഗിയുള്ള കാഴ്ചയാണ്. പക്ഷേ വണ്ടി കുലുങ്ങി നടുവേദന, എടുത്ത് പിടിക്കാനും പറ്റില്ല. ആ കണക്കിലാണ് ഫ്രണ്ടിൽ 2 പേര് കയറി ഇരുന്നപ്പോൾ. ഒരു 6-7 മണിക്കൂർ ഉള്ള ഒരു ഓഫ് റോഡെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പോകേണ്ട റോഡ് അങ്ങ് ദൂരെ കാണാം.
ഇവിടെയൊക്കെ വീടും കൃഷി സ്ഥലങ്ങളും ഒരു 2 വീടുണ്ടെങ്കിൽ ഒരു 5-6 ഏക്കർ കൃഷി സ്ഥലങ്ങൾ ഇങ്ങനെ തട്ടായിട്ട് തിരിച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത്. ചെറിയൊരു എന്താ പറയുക, ഒരു അരയടി ഉണ്ടെങ്കിൽ അവർ തട്ടായിട്ടൊന്ന് തിരിച്ച് കൃഷി ചെയ്യും. അതാണ് നമ്മളിവിടെയൊക്കെ കാണുന്നത്. കുറച്ച് കയറി വന്നപ്പോൾ ഒരു വലിയ ഗ്രാമം പോലെ ഇങ്ങനെ കാണുന്നുണ്ട്. ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലായിടത്തും കറണ്ട് എത്തിച്ചിട്ടുണ്ട്. വരുന്ന സ്ഥലങ്ങളെല്ലാം കറണ്ടുണ്ട്. കറണ്ടും വെള്ളവും മിക്കയിടത്തും പൈപ്പ് കണക്ഷനൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എല്ലായിടത്തും സ്വന്തമായിട്ട് ഡിഷ് ഉണ്ട്, കേബിൾ TV, പഴയ 2 നില വീടുകൾ ഒക്കെ ആയിട്ട്. ഈ 2 നില വീട്ടിൻ്റെ ഏറ്റവും അടിയിൽ ഇവർ ഈ സാധനങ്ങൾ, കൃഷി ചെയ്ത സാധനങ്ങൾ കൊണ്ടുവയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള വലിയൊരു സ്റ്റോറേജ് ആയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. ഇവിടെയൊക്കെ റോഡ് കല്ലടിക്ക് വരെയാണ്. അപ്പോൾ അവർ ഉച്ചഭക്ഷണം കഴിക്കാൻ എന്തോ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയതാണെന്ന് തോന്നുന്നത്. വലിയ കല്ലെല്ലാം കൊണ്ട് റോഡിലിട്ടിട്ട് അവരങ്ങോട്ട് പോകും. അപ്പോൾ സല്ലേരിയിൽ നിന്ന് തിരിച്ചിട്ട് ഏകദേശം ഇപ്പോൾ മണി 11 ആയി. 11 മണിയായപ്പോൾ ബാധ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണിത്. അപ്പോൾ ഇവിടെ വീണ്ടും അവർ ചായ പിടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ബാധ എന്ന് പറയുന്ന ഒരു ഗ്രാമം. അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ 11 മണിയായപ്പോൾ പല്ല് കഴിക്കുന്നതേ ഉള്ളൂ. ഈ അപ്പം നേരത്തെ തന്നെ ഓറഞ്ചൊക്കെ വാങ്ങിക്കൊണ്ട് കയറിയായിരുന്നു. അപ്പോൾ നമ്മളെ കൂടെ വന്നവർ ചായയൊന്നും കുടിക്കാതെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിക്കുകയാണ്. നല്ല റോഡല്ല, വളരെ മോശം റോഡാണ്, നല്ല യാത്രയാണ്. ഇവിടെ ആൾക്കാർ തുണി നനപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇവർ രണ്ടുപേരും കൂടെ ഇവിടെ ഫോട്ടോ എടുക്കാൻ വളരെ ദൂരെ ഒരുപാട് ഗ്രാമങ്ങളൊക്കെ കാണാം ഇവിടെ നിന്ന് നോക്കുമ്പോൾ. ഇത് മുന്തിരിവള്ളി അങ്ങനെ എന്തോ ആണ്, തട്ടായിട്ടിങ്ങനെ, അല്ല വിറവ് ഉണക്കായിട്ടിരിക്കുന്നതാണ്, അല്ല മുന്തിരിവള്ളി എന്തോ ഒരു സംഭവമാണ്.
മുകളിലൊക്കെ വീടുകളുണ്ട്. മുകളിൽ നിറയെ വീടുകളുണ്ട്. ഈ മലയുടെ മുകളിൽ മൊത്തം വീടുകളാണ്. ഇപ്പോഴാണ് കുറച്ച് വെയിൽ കൊള്ളാൻ പറ്റിയത്. ഇന്നലെയൊക്കെ മൊത്തം ബസ്സിലായിരുന്നല്ലോ, പുറത്തിറങ്ങാനൊന്നും പറ്റില്ല. ഇന്ന് ഇവർ ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇടവിട്ട് ഓരോ സ്ഥലങ്ങളിൽ ചായ കുടിക്കാനൊക്കെ നിർത്തിയിട്ടാണ് ഇവർ പോകുന്നത്. ഇവരും എന്താ പറയുക, മണ്ണിൽ കൂടെയുള്ള കല്ലും വലിയ കല്ലുകളൊക്കെ നിറഞ്ഞ റോഡാണ്. ഈ ടാർ ചെയ്ത് അങ്ങനത്തെ ഒന്നുമല്ല. നല്ല രസകരമായ ഒരു യാത്ര. ഹാലി ഡാഡ എന്ന് പറയുന്ന സ്ഥലത്ത് വീണ്ടും നിർത്തി സാധനങ്ങൾ ഇറക്കാൻ വേണ്ടി. അപ്പോൾ ഈ ജീപ്പിൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവരും ഓരോ സ്ഥലങ്ങളിലൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വളരെ മനോഹരമായ സ്ഥലമാണ് ഹാലി ഡാഡ. അങ്ങ് ദൂരം മഞ്ഞൊക്കെ കാണാം, മല. ദർഖുണ്ട് എന്ന് പറയുന്ന മലയാണത്, അങ്ങ് കാണുന്ന മഞ്ഞ്. ഇവിടെ കുറച്ച് വീടുകളേ ഉള്ളൂ. അവരെ കൃഷി സ്ഥലവും ഒക്കെ കാണാൻ നല്ല രസമാണ്. ഇവിടെ എന്താണെന്ന് അറിഞ്ഞൂടെ, ഇറങ്ങി നോക്കാം. ഇതവർ കൃഷി ചെയ്ത് വയ്ക്കുന്ന സാധനങ്ങളൊക്കെയാണ്. ഒരു അടുപ്പും കുറേ ചോളമൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. കോഴിക്കൂടുണ്ട്. കോഴിയല്ല, ഇവർ വേസ്റ്റ് പന്നി. 2 പന്നികൾ ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട്. പന്നിക്കുട്ടികൾ ഇതാ 2 പന്നിക്കുട്ടികൾ ആഹാരമൊക്കെ കഴിച്ചിട്ട് നല്ല കറുത്ത 2 പന്നിക്കുട്ടികൾ ഇതാ നിൽപ്പുണ്ട്. ഇതാണ് അവരെ ഗ്രാമത്തിൻ്റെ ഒരു കാഴ്ച. ഇപ്പോൾ ആദേരി എന്ന് പറയുന്ന ഒരു വില്ലേജാണ്. അപ്പോൾ ഇവിടെ കുറച്ച് സാധനങ്ങൾ ഇറക്കാണ്ടായിരുന്നു വണ്ടിയിൽ. അപ്പോൾ ഇതാ വണ്ടിയിൽ ഇങ്ങനെ സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഓരോ വില്ലേജിൽ നിന്ന് ആൾക്കാരെ വണ്ടിയിൽ കയറ്റുകയും അടുത്ത സ്ഥലത്ത് ഇറങ്ങുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നിന്ന് വന്നപ്പം 5 പേരായിരുന്നെങ്കിൽ ഇടയ്ക്ക് വന്നപ്പോൾ വീണ്ടും 2 പേരും കൂടെ കയറി. ഒരു വാഷിംഗ് മെഷീൻ ഇറക്കിയാണ് അവർ. അങ്ങ് മണ്ണിടിച്ച് പോയതൊക്കെ റോഡാണ്. അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ റോഡുണ്ട്. നമുക്ക് അങ്ങ് അവിടെ ആയിരിക്കും പോവേണ്ടത്. ഇങ്ങനെ കറങ്ങി ഈ റോഡ് ഇങ്ങനെ പോയിട്ട് നേരെ കറങ്ങി അവിടെ ആയിരിക്കും കയറുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ നടക്കുകയാണ്. സാധനങ്ങളൊക്കെ ഇറക്കി തീർന്നിട്ട് തന്നെ ഇവിടെ നിന്ന് വണ്ടി പോവുള്ളൂ. ഇവിടെ ഒരു 2 മിനിറ്റ് എന്തോ റെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും ഇറങ്ങി. ഇവിടെ കുറച്ച് പാലം പണിയൊക്കെ നടപ്പുണ്ട്. നമ്മൾ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ കയറി മുകളിൽ പോകണം. പിന്നെ വളരെ കുറച്ച് വെള്ളം മാത്രമേ വരുന്നുള്ളൂ മുകളിൽ നിന്ന്. അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഭക്ഷണം കഴിക്കാൻ നിർത്തുമെന്നാണ് ഇടയ്ക്ക് പറഞ്ഞു. പാലം കഴിഞ്ഞ ഉടനെ കട ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അവിടെ ഒരു കട കാണുന്നുണ്ട്, അതായിരിക്കും അവിടെ ഒരു വണ്ടിയൊക്കെ നിൽപ്പുണ്ട്. ഇവിടെ തന്നെയാണ് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുന്നത്.
ഇടയ്ക്കിവിടെ ഒരു പാലം പണിയൊക്കെ നടപ്പുണ്ട്. അപ്പോൾ കഴിക്കാൻ വേണ്ടി വീണ്ടും നിർത്തി ഉച്ചഭക്ഷണത്തിന്. ഇപ്പോൾ മണി ഏകദേശം 12:40 ഇതല്ല നമ്മളെ വണ്ടി. അത് അങ്ങോട്ട് കിടക്കുന്ന വണ്ടിയാണ് ഫ്രണ്ട്. ഇത് മലയിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് പൈപ്പിൽ. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു ദാൽ ബാത്ത് കഴിക്കാമെന്ന് പറഞ്ഞു ഇങ്ങനെ കടയിൽ കയറി. ഇവിടെയും ബിയറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കടക്കത്തുണ്ട്. ഇതാണ് കട. ഇതാ കാണുന്ന ഫാമിലി ഇടയ്ക്ക് വണ്ടിയിൽ കയറിയവരാണ്. ഇതാണ് ദാൽ ബാത്ത്. चावल थोड़ा राइस അതെന്തായാലും ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഇന്ന് ആദ്യമായിട്ടാണ് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നത്. ഇതാണ് ദാൽ ബാത്ത്. നമ്മളിപ്പോൾ ഉള്ളത് ആദേരിയിലാണ്. ആദേരിയിൽ നിന്ന് ഇനി അടുത്ത് തമ്പാടയിലോട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യും.